ലോകത്തിലെ ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷനാണ്. അതായത് എന്തെങ്കിലും ഒരു ദ്രവ്യം അല്ലെങ്കിൽ ഒരു 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 ഫേവറിന് വേണ്ടിയിട്ട് പകരം ഒരു ദ്രവ്യം കൊടുത്തൊരു സാധനം. അതിനകത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ ഭീകരത മനസ്സിലാവും. നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താ അവസ്ഥ, കേരളത്തിൽ അങ്ങനെ ഇല്ലാത്തതിന്റെ കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉള്ളവർ ഉണ്ടായിരുന്നോണ്ടാണ്. അല്ല, നമ്മളിപ്പോ പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു പട്ടി കുരച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി നിർത്തിയിട്ട് പോയിട്ട് ആ പട്ടിയോട് തിരിച്ചു കുരക്കണം. നമ്മുടെ സമാധാനം നമ്മുടെ ചുറ്റുപാടുകളല്ല തീരുമാനിക്കേണ്ടത്. നമ്മുടെ സമാധാനം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. മോനെ, ആത്മാർത്ഥമായിട്ട് പുഴുങ്ങിയ കഞ്ഞി ഉണ്ടാവില്ല എന്ന് മറ്റേ ഈ പാഷൻ, ഓണസ്റ്റി, ആത്മാർത്ഥത ഇതൊക്കെ ഉള്ളവര് ബിസിനസ് ചെയ്തിട്ട് ലോകം കീഴടക്കുമായിരുന്നെങ്കിൽ പ്രിൻസിപ്പിളിനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ഭീഷണിപ്പെടുന്നത്? ഞാൻ പ്രിൻസിപ്പിളിനെ കരാവ് ചെയ്തിട്ടുണ്ട്. അവരാരും ഡാർക്കായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരല്ല. ഇപ്പൊ കുറെ ആൾക്കാർ ഇരുന്ന് പറയുന്നുണ്ട് ന്യൂജൻ ശരിയല്ല. പിന്നെ ഇവൻ ജനിച്ചപ്പോ മറ്റേ ആയിരുന്നല്ല. ഈ ന്യൂജൻ ശരിയല്ലെങ്കിൽ അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്തം അപ്പൊ പിന്നെ ഇവൻ ഈ മറ്റേ വർത്താനം പറഞ്ഞ് നടത്താൻ മതി. അവിടെ ഇരുന്ന് ചായയും കുടിച്ച് തമാശയും പറഞ്ഞ് ചെയ്യുന്ന കുട്ടികൾ, അവൻ ചിന്തിക്കുന്ന MDMA കുറിച്ചിട്ടല്ല, അവൻ ചിന്തിക്കുന്ന ബ്രദർഹുഡിനെ കുറിച്ചിട്ടാണ്. പണ്ട് ആ ബ്രദർഹുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ആരാ ഇല്ലാണ്ടാക്കിയേ? ഈ മറ്റേ വർത്താനം പറഞ്ഞ ഓൾഡ് ജനറൽ ഇല്ലാണ്ടാക്കിയേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. മൂവി വേൾഡ് മീഡിയയിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ സവിശേഷത നിറഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഈ റിവ്യൂ ബോംബിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഈ റിവ്യൂവേഴ്സിനോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഒരു സിനിമ എടുത്ത് കാണിക്കൂ, അങ്ങനെയല്ലേ നിങ്ങളുടെ കഴിവ് പ്രകടമാക്കേണ്ടത്. സമാനമായിട്ടുള്ള ഒരു ചോദ്യം പലപ്പോഴും ഈ ഫുഡ് ബ്ലോഗേഴ്സിനും റിവ്യൂവേഴ്സിനും ഒക്കെ എതിരെ വരാറുണ്ട്. എന്നാ പിന്നെ നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങി കാണിക്കുമെന്ന്. അങ്ങനെ ഹോട്ടൽ തുടങ്ങി കാണിക്കുമെന്നുള്ളതിനെ സീരിയസ് ആക്കി എടുത്തുകൊണ്ടാണോ എന്നറിയില്ല, മൃണാൾ ബ്ലോഗ് ഒരു ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കുറെ ബ്രാൻഡുകളും തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹമായിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ആണിത്. നമസ്കാരം. അങ്ങനെ ഒരു ചാലഞ്ച് മുന്നിൽ കണ്ടിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല. കാരണം ഞാൻ വ്ലോഗ് ചെയ്യുന്നതിന് മുമ്പേ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വ്ളോഗർ ആയിട്ടാണ് അറിയുക. ഓക്കെ. ഞാനൊരു കൺസൾട്ടന്റ് ആണ്. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് പേരെ പല രീതിയിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കൺസൾട്ടന്റ് ആണ്. കുറെ വർഷമായിട്ട്, 10 വർഷത്തിൽ കൂടുതലായില്ലേ ഇപ്പോ. അപ്പോ ഞാൻ റെസ്റ്റോറന്റുകൾ തുടങ്ങുക എന്ന് പറയുന്നത് എന്റെ ഒരു സ്വാഭാവിക ജോലിയുടെ ഭാഗമാണ്. അതിലങ്ങനെ ഒരു വെല്ലുവിളിയോ ചാലഞ്ചോ ഒന്നും സ്ഥാനമില്ല. എല്ലാത്തിനും വെല്ലുവിളിയുണ്ട്. അതല്ല, ഈ പുറത്തുനിന്നുള്ള വെല്ലുവിളികൾ അങ്ങനെയൊന്നും സ്ഥാനമില്ല. പുറത്തുനിന്ന് വെല്ലുവിളിക്കുന്നവരെ ഞാൻ കേട്ടിട്ടില്ല. അത് ബോധപൂർവം കേട്ടിട്ടില്ല എന്ന് പറയുന്നതാണോ അതോ അത് ഒഴിവാക്കുന്നതാണോ? അല്ല, നമ്മളിപ്പോ പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടുന്ന് ഒരു പട്ടി കുരച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി നിർത്തിയിട്ട് പോയിട്ട് ആ പട്ടിയോട് തിരിച്ചു കുരക്കണം? വേണോ? വേണ്ട, നമുക്ക് വേറെ പണിയില്ലേ? ഈയിടെ കുറച്ചു ദിവസം മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരാള്, അയാള് ഇന്ത്യൻ കായിക ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഒരാൾ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വളർന്നു വരുന്ന താരമാണ്. അപ്പൊ അങ്ങേർക്ക് അങ്ങനെ മീഡിയ ട്രെയിനിങ്ങും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അങ്ങേരെ പറ്റി ആരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ വിവാദങ്ങളോ എന്തൊക്കെയോ ഉണ്ടാക്കി ഇങ്ങനെ നിർമ്മിച്ച് എടുക്കുകയാണത്രേ. എനിക്കറിയില്ല. അവരൊക്കെ കുറച്ച് 2-4 ദിവസം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫാബ്രിക്കേറ്റഡ് ആണോ ഇങ്ങനെ ചെയ്ത്? ഇതൊന്നും എനിക്കറിയില്ല. ഞാനൊരു കോൺവെർസേഷന്റെ ഇടയിലേക്കാണ് കയറി പോകുന്നത്. എല്ലാവർക്കും എനിക്ക് മുൻപരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് അവരെന്നെ കൂടിയിരുത്താൻ സമ്മതിച്ചു. വിഷയം എന്താന്ന് വെച്ചാൽ ഇയാള് ഭയങ്കര ഹേർട്ടാണ്. കാരണം അയാള് ഈ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് പറയുന്നതാണ് അയാള് പറയുന്നത്. പാവ മനുഷ്യൻ, ചെറിയ പയ്യനല്ലേ. ഈ സ്പോർട്ടിംഗ് രംഗത്തെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആൾക്കാർ വലിയ സ്റ്റാർ ആവുമല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഈ രംഗത്ത് തന്നെ വളരെ വെറ്ററൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ അയാളോട് തിരിച്ചു പറഞ്ഞത്: മോനെ, നീ ഇന്ന് ചന്ദ്രനെ പോലെ ഉദിച്ചു നിൽക്കുന്ന ഒരാളാണ്. ഞാനുമായിട്ട് കമ്പാരിസൺ ഒന്നും ഇല്ല കേട്ടോ. ഞാനൊക്കെ അയാളുടെ മുമ്പിൽ വളരെ നിസ്സാര മനുഷ്യനാണ്.
എന്നോടെ പുറകിൽ കണ്ട ഒരു കുട്ടി കൈ കാണിക്കുന്നു. ആ ഓക്കെ. 3694. അപ്പോ മമ്മൂക്കയുമായി ബന്ധപ്പെട്ട അപ്പോ ആരാധകന്റെ ടാക്സി ആയിരിക്കും. obviously ആയിരിക്കും. പഴയ ഇന്നോവയാണ്, അതെ, അതെ. 10-15 വർഷം കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ നീ ഇന്ന് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനാണ്. ആ, നിന്നെ നോക്കിയിട്ട് ഇവിടെ പാതിരാത്രി ഉദിച്ചു നിൽക്കുന്ന നിന്നെ നോക്കി ഓളിയിടാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഉം, പലരും ഉണ്ടാവും. ഉം. ചന്ദ്രൻ ഇതിനൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ചന്ദ്രന് ഒരു പണിയില്ലേ? അതെ, അതെ. ചന്ദ്രന്റെ പണി എന്താ? പണ്ട് മഹാകവി പി ചെയ്തു എന്നാണ് ആ, പറഞ്ഞത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയതാണ് ആ, ചിദംബര സ്മരണയില്. ആ. കവി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ജനലിന്റെ അരികിലേക്ക് നിന്നിട്ട് ഉം, ഈ ചന്ദ്രന്റെ വെളിച്ചത്തില് ചുണ്ണാമ്പ് വെറ്റിലയിൽ തേക്കുകയാണ് മഹാകവി. ആ, അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, എന്റെ കണ്ണടയും എടുക്ക്, ഉം. എനിക്ക് ചന്ദ്രന്റെ നിലാവും ചുണ്ണാമ്പും തമ്മിൽ മാറിപ്പോകുന്നു. അതായത് ആ പാൽ വെളിച്ചം ലോകത്തിന് മുഴുവൻ തരിക എന്നുള്ളതാണ് ചന്ദ്രന്റെ പണി. ഓക്കെ. ആ, ആ. ചന്ദ്രന്റെ പണി പട്ടിക്കെതിരെ തിരിച്ചു വരക്കുക എന്നുള്ളതല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് മുതൽ ചന്ദ്രൻ തീരുമാനിക്കുകയാണ് തനിക്കെതിരെ കുരക്കുന്ന ചെന്നായ്ക്കളും പട്ടികളും കുറുക്കന്മാർക്കും ഒക്കെ എതിരെ ഞാൻ തിരിച്ചു വരക്കാൻ തീരുമാനിച്ചു എന്ന് ഇന്ന് മുതൽ ചന്ദ്രൻ തീരുമാനിക്കുകയാണ്. ഉം, ഉം, ഉം. നമ്മൾ എന്ത് ചെയ്യും? ഈ നിലാവ് ഉണ്ടാവുമോ? ഓക്കെ. ഉണ്ടാവോ? ഉണ്ടാവില്ല. ഈ നമ്മളിപ്പോ വീട്ടിൽ നിന്നാണ് പോകുന്നത്. അതെ. എപ്പോഴാ വീടുണ്ടാക്കണം അല്ലെങ്കിൽ വീട്ടിലാണ് സമാധാനം അങ്ങനെ തിരിച്ചറിഞ്ഞ പ്രായം പറഞ്ഞാൽ ആളെ ഇത് പ്രായം പറയും? എന്റെ സമാധാനം ഞാൻ ഉണ്ടാക്കുന്നതാണ്. ആ, അല്ലാതെ സ്ഥലത്തൊന്നും ഇല്ല. സ്ഥലത്തിന് യാതൊരു പ്രത്യേകതയില്ല. ആ, ഇപ്പോ മതിലുകൾ സിനിമയില്, ഉം. മതിലുകൾ സിനിമ അതിനു മുമ്പേ മതിലുകൾ ബഷീറിന്റെ, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെ, ആ. അതിനകത്ത് ഏറ്റവും സമാധാനമുള്ള സ്ഥലമായിട്ടാണ് ഇദ്ദേഹം ജയിലിനെ കാണുന്നത്. ഉം, ഉം. ബഷീർ ജയിലിനെ കാണുന്നത്. അല്ലേ? അതെ, അതെ, അതെ. അത്ര പുറകിലോട്ടൊന്നും പോണ്ട. ഉം, മമ്മൂട്ടി അഭിനയിച്ച് ജയറാമും ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സത്യനന്ദിക്കാടാണ് ഡയറക്ട് ചെയ്തെന്നാണ് എന്റെ ഓർമ്മ. ആ. സിനിമയുടെ പേര് അർത്ഥം എന്നാന്ന് തോന്നുന്നു. ആ, ആ, അതിൽ മമ്മൂട്ടി ജയിൽ പുള്ളിയാണ്. ആ. അതില് ശ്രീനിവാസൻ മമ്മൂട്ടിയെ ജയിലിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുമ്പോ ഉം. മമ്മൂട്ടി പറയുന്നത് ഞാൻ സമാധാനമായിട്ട് ഇവിടെ കിടന്നോട്ടെ എന്നാണ്. മനസ്സിലായി. എന്ന് വെച്ച് ഞാൻ ജയിലിൽ പോവാൻ പ്ലാൻ ചെയ്യുന്നു അവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ, അതായത് ഏറ്റവും കുഴപ്പക്കാരെ കൊണ്ടിടാൻ വേണ്ടി ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ ജയില്. ഉം. അത് പൗരത്വബോധം ഉണ്ടാക്കാം. ബ്രിട്ടീഷ് ഭരണകൂടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഭരണകൂടം ആയിക്കോട്ടെ, ലോകം മുഴുവൻ ജയിലുകളുണ്ട് അല്ലേ. ഉം, ഉം, അവിടെ സമാധാനമാണ്, എനിക്ക് പുറത്തിറങ്ങണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഉം. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇല്ലേ? ഉണ്ട്, 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 ഉണ്ട്. ആ, മുന്നറിയിപ്പിൽ അതിന്റെ ഒരു ഉണ്ടല്ലോ. ബെസ്റ്റ് എക്സാമ്പിൾ, അഗെയിൻ ബെസ്റ്റ് എക്സാമ്പിൾ. ആ, ആ, ആ. അപ്പോ നമ്മുടെ സമാധാനം നമ്മുടെ ചുറ്റുപാടുകളല്ല തീരുമാനിക്കേണ്ടത്. ഉം. നമ്മുടെ സമാധാനം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾ ഈ പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള മീനച്ചിലാറ്റിന്റെ കരയില് ഉം. ഒരു വീടുള്ള മനുഷ്യൻ, ഉം. അവിടെ വൈകിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അങ്ങേർക്ക് വേണ്ട എല്ലാം ഉണ്ട്. ഉം. നല്ല ഗംഭീര നാടൻ ഭക്ഷണമുണ്ട്. ഉം. നാട്ടിൻപുറത്തിന്റെ സകല നന്മകളും, ഈ നാട്ടിൻപുറത്തിന്റെ നന്മ എന്നൊക്കെ പറയുന്ന ക്ലീശ സാധനം ഉണ്ടല്ലോ, ഒക്കെ ഉണ്ട് അവിടെ. ഉം. ആ മീനച്ചിലാറ്റിന്റെ കരയിലുള്ള എല്ലാവരും സമാധാനത്തോടെ വീട്ടിലിരിക്കാന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല, അതിനാണല്ലേ മീനച്ചിലാറ്റ്. സോ ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് യുവർ സറൗണ്ടിങ്സ്. നിങ്ങൾ നിങ്ങളുടെ സമാധാനം ഉണ്ടാക്കുക, അതാണ് നിങ്ങളുടെ പണി. അരിപ്പൊന്നും ചെയ്യാൻ പറ്റൂല. ഈ റൈസ് ഓഫ് അറേബ്യ, റൈസ് ഓഫ് പേർഷ്യ, സോറി റൈസ് ഓഫ് പേർഷ്യ, അത് പ്രിൻസ് ഓഫ് പേർഷ്യ പിന്നെ ഞാൻ കോപ്പി അടിച്ചവരോട് പറയുന്നുണ്ട്. റൈസ് ഓഫ് അറേബ്യ എന്നാക്കിയാൽ മതിയിരുന്നു. ഞാൻ റൈസ് ഓഫ് പേർഷ്യ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ എത്രയോ ബിരിയാണികൾ കഴിച്ചിരിക്കുന്നു, എത്രയോ ബിരിയാണി രുചികൾ നാവിലൂടെ കടന്നു പോയിരിക്കുന്നു. ഏതിന്റെങ്കിലും ഒരു പകർപ്പ് റൈസ് ഓഫ് പേർഷ്യയിൽ വേണം, അല്ലെങ്കിൽ ഏതിന്റെങ്കിലും ഒരു ചെറിയ ഇൻസ്പിറേഷൻ വേണം, അങ്ങനെ തോന്നിച്ച ബിരിയാണികൾ ഉണ്ടായിരുന്നു? അതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ട് റെസ്റ്റോറന്റ് തുടങ്ങി എന്ന് പറയണം. ആ, 1000-ൽ കൂടുതൽ റെസ്റ്റോറന്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോകം മുഴുവൻ പല ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നോട് റെസ്റ്റോറന്റ് തുടങ്ങാൻ, അതായത് എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ഫീസ് തന്നിട്ട് കൺസൾട്ടന്റ് ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ആദ്യം പറയാറ്, ഇത് വേണോ? എന്തിനാപ്പോ? നല്ല സമാധാനമായിട്ടുള്ള ജീവിതമല്ലേ, ഇത് ചെയ്യരുത്. ഇതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ബിസിനസ്. ലോകത്തിലെ ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് മനുഷ്യന്റെ ചരിത്രത്തിലെ. അതായത് എന്തെങ്കിലും ഒരു ദ്രവ്യം
അല്ലെങ്കിൽ ഒരു ഫേവറിന് വേണ്ടിയിട്ട് പകരം ഒരു ദ്രവ്യം കൊടുത്തൊരു സാധനം പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബിസിനസ് ആണ് ഫുഡ്. മാത്രമല്ല ഈ രണ്ടിൽ നിന്നും കിട്ടുന്ന ആനന്ദം സിമിലർ ആണ്. അതായത് രണ്ടും അനുഭവിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ആനന്ദം സിമിലർ ആണ്. അതുപോലൊരു ആനന്ദം വേറെ ഒന്നിനും ഇല്ല എന്നും സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും കോംപ്ലിക്കേറ്റഡ് ബിസിനസ് ആണിത്. എനിക്ക് ഞാൻ ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൺസൾട്ടൻസിയിൽ വാങ്ങിക്കാൻ പറ്റുന്നതും ഈ ബിസിനസ് അത്രയും കോംപ്ലിക്കേറ്റഡും അത്രയും റിസ്കി ആയതുകൊണ്ടുമാണ്. ഇല്ലാണ്ട് അങ്ങനെ ഒരു ഫീസ് ഒരു കൺസൾട്ടന്റിന് തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാനൊരു റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതല്ല. അത് എത്രയോ തവണ പലയിടത്ത് ചെയ്ത് കഴിഞ്ഞില്ലേ. എനിക്ക് വേണ്ടിയിട്ടല്ല എന്നേ ഉള്ളൂ. അതിപ്പോ നമ്മൾ നിന്ന് ചെയ്യുന്ന സമയത്ത് അത് എന്റെ പേരിലാണോ വേറൊരാളുടെ പേരിലാണോ എന്നുള്ളത് ടെക്നിക്കൽ കാര്യം മാത്രമല്ല. അതിൽ വലിയ സംഭവമൊന്നുമില്ല. പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഇപ്പൊ ചെയ്യുന്ന ബിസിനസ് ഈ റെസ്റ്റോറന്റ് ബിസിനസ് ആയാലും അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വെറും 10% താഴെയാണ്. പിന്നെ എത്ര മിടുക്കന്മാര്, എത്ര മിടുക്കികള്, എത്ര ഗംഭീരമായിട്ട് എത്ര പ്ലാൻ ചെയ്താലും ഇതിന്റെ ഗ്ലോബൽ സക്സസ് റേറ്റ് 10% താഴെ. അല്ല, ഞാൻ അവിടെ ചോദിച്ചോട്ടെ, ഇടപെടല്ല, ഈ ആത്മാർത്ഥത വ്യത്യാസം ഉണ്ടാവും? അപ്പൊ മോനെ, ആത്മാർത്ഥമായിട്ട് പുഴുങ്ങിയ കഞ്ഞി ഉണ്ടാവില്ല എന്ന്. മറ്റേ ഈ പാഷൻ, ഓണസ്റ്റി, ആത്മാർത്ഥത ഇതൊക്കെ ഉള്ളവര് ബിസിനസ് ചെയ്തിട്ട് ലോകം കീഴടക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് എത്ര കുട്ടികുത്തിയ ബിസിനസ്സുകാരുണ്ടായേനെ. ഇതൊന്നും അല്ല ബിസിനസിന് വേണ്ടത്. പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ പോവൂ, നിങ്ങൾ അതിനെ ചേസ് ചെയ്യൂ, നിങ്ങൾ അത് ചെയ്യൂ. യു നീഡ് ബിസിനസ് ആക്യുമെൻ. ബിസിനസ് ആക്യുമെൻ വേണം ബിസിനസിന്. അല്ലാണ്ട് പാഷൻ ഇട്ടിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ ബിസിനസ് ആവൂല. ഓണസ്റ്റി ഇട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മാർത്ഥ ഇട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവൂല സാധനം. അത് തെറ്റിദ്ധാരണയാണ്. അത് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി വിനീത് ശ്രീനിവാസൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടാ, നിന്നെ പോലൊരു സുഹൃത്തിനെ അല്ല എനിക്ക് വേണ്ടത്. വെറുതെ കൂടിയുള്ളവന് അനാവശ്യമായിട്ട് കൊണ്ടുപോയി കുഴി. ഈ പാവപ്പെട്ടവൻ മര്യാദ ഒരു IT ജോലി ചെയ്ത് ജീവിക്കായിരിക്കും. ഇവൻ ഇങ്ങനെ മോട്ടിവേഷൻ കത്തിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഡെയിലി. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും TV ചാനലിലും ഇരുന്നിട്ട്. ഈ പാവം മനുഷ്യൻ പോയിട്ട് ജോലി റിസൈൻ ചെയ്ത് ഇത് തുടങ്ങി കുത്തുവാലെടുക്കും. ഒന്നും വേണ്ടെന്നേ, ഇവിടെ നിന്ന് 8 കിലോമീറ്റർ പോയ കാക്കനാടായില്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പാവം മനുഷ്യന്മാർ എത്ര കാണാം. ബാംഗ്ലൂര് കാണാം. സോ അതല്ല വേണ്ടത്, ബിസിനസ് ആക്യുമെൻ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ റിയലിസ്റ്റിക് ആവണം. എന്താണ് സക്സസ് റേറ്റ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് കാണുന്നതാണ് നാളെ കാണുന്നില്ല എന്ന് പണ്ട് പറഞ്ഞ പോലെ, ഇന്ന് കാണുന്ന റെസ്റ്റോറന്റ് നാളെ കാണാറുണ്ടോ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ MG റോഡില് ഒരു 40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു എത്ര റെസ്റ്റോറൻറ്റ്സ് ഇപ്പൊ ഉണ്ട് എന്ന് പഴമക്കാരോട് പഴമക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അച്ഛനൊക്കെ ആദ്യമായിട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടാവും ഈ പറയുന്ന ഒരു 35-40 കൊല്ലം മുമ്പായിരിക്കും. അല്ല, 40 കൊല്ലത്തിന് മുമ്പ് വന്നിട്ടുണ്ടാവും. അച്ഛന് ഗ്രാൻഡ് ഹോട്ടലും BTH ഒക്കെ അറിയുള്ളൂ അന്നത്തെ കാലത്ത്. ബാക്കിയൊക്കെ ഇവിടെ പോയി ഒരു സിലോൺ പിന്നെ സിദ്ദിഖാലൊക്കെ എഴുതാനിരുന്ന മയൂര പാർക്ക് എന്ന് പറയുന്ന ഹോട്ടലിന്റെ പേര് ആന്റോൺ അങ്ങനെ എന്തൊക്കെയാണ്. മാനേജ്മെന്റ് മാറി, രൂപങ്ങൾ മാറി. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ബാക്കിയുള്ള ബിസിനസ്സുകള് ഇപ്പൊ ഒരു തുണിക്കട, ആ തുണിക്കട തലമുറകളായിട്ട് നിലനിന്ന് പോവാണ് പലതും. അല്ലെങ്കിൽ സ്വർണ്ണക്കട തലമുറകളായിട്ട് തലമുറകളായിട്ട് നിലനിൽക്കുന്ന എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്? വളരെ അപൂർവം. മൃണാളിൽ ഒരുപാട് സിനിമാ ബന്ധങ്ങൾ ഒരുപാടൊന്നുമില്ല. എന്റെ സുഹൃത്തുക്കളിൽ കുറച്ച് പേര് സിനിമയിലുള്ളവരാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ ശരി. കുറച്ച് സിനിമയിൽ ജോലി ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളെ മൃണാളിന് പരിചയമുണ്ട്. സുഹൃത്തുക്കളെ എങ്ങനെയാണോ പരിചയം? സുഹൃത്ത് സംഘത്തിൽ സിനിമയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവരോടുള്ള സൗഹൃദം എന്തെങ്കിലും വിധത്തിൽ ഈ നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു അഭിപ്രായ ശേഖരണം നടത്താറുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ അവസാനം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടി, അയാള് എന്റെ ബിരിയാണി എത്രയോ തവണ കഴിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ആ ബിരിയാണിനെ പറ്റി ഒരു സ്റ്റോറി പോലും എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് എനിക്കറിയില്ല. ആ പ്രമുഖ നടി കഴിക്കുന്നുണ്ടെന്നറിയോ? ഞാനല്ലേ എന്നെ വിളിച്ചിട്ട് ബിരിയാണി വേണം ചേട്ടാന്ന് പറയുമ്പോ ഞാനല്ലേ ഇത് കൊടുത്തു വിടണം. അപ്പൊ അവര് കഴിക്കുന്നുണ്ടാവില്ലേ? ഇതിലിപ്പോ പക്ഷെ അല്ല, സുഹൃത്തുക്കളായിട്ടുള്ളവർ അങ്ങനെ ഷെയർ ചെയ്യുമ്പോ ഉണ്ടാവുന്ന സന്തോഷം വലുതാണ്. അത് ബിസിനസ് അല്ലേ. ഇപ്പോ ഇവിടെ ന്യൂ പ്രോ സ്പോർട്സ് ഒരു കട. അപ്പൊ ഒരാള് ഇപ്പൊ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഒരാള്
അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചത് കൊള്ളാമെന്നും പറഞ്ഞൊരു സ്റ്റോറി ഇട്ടാൽ മേ ബി ആ ബിസിനസ്സിന് ഗുണം ചെയ്യില്ല. അത്രേ ഉള്ളൂ. ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ, അത് വേറെ പ്രശ്നം. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് ഇതൊന്നും അല്ലാതെ എന്നോട് പറയാതെ തന്നെ ഓൺലൈനിലോ മറ്റോ ബിരിയാണി മേടിച്ചിട്ട് അതിന്റെ സ്റ്റോറി ഇടുന്ന ആൾക്കാരും ഉണ്ട്. അത് അങ്ങനെ ഇവരൊക്കെ സുഹൃത്തുക്കളായത് നാളെ ഇവര് ലോകം അറിയപ്പെടുന്ന സിനിമാക്കാരാവും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാവും, അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളാവും. നാളെ ഞാനൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവരെനിക്ക് ഉപയോഗിക്കാം അങ്ങനെ വിചാരിച്ചിട്ടല്ലല്ലോ പരിചയപ്പെടുന്നത്. ആണോ? നമ്മളാരെയും ഇവരൊക്കെ നാളെ ഈ പറയുന്ന പദവികളിൽ ഇല്ലാതായാലും അവരെന്റെ സുഹൃത്തുക്കൾ തന്നെയല്ലേ. അതുപോലെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ അതല്ലേ ബന്ധം എന്ന് പറയുന്നത് മനുഷ്യനായിട്ടല്ലേ, അല്ലാണ്ട് അയാളുടെ പദവിയായിട്ടോ അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടോ അല്ലല്ലോ. വായന ചെറുപ്പത്തില് ഒരുപാട് സമയം കൂടെ ഉണ്ടായിരുന്ന ശീലമാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലണ്ടൻ ബത്തേരിയിലെ ലുധിയാനകൾ വായിച്ചിട്ട് സേതുമാധവൻ സാറുടെ മാധവൻ സാറുടെ പുസ്തകം വായിച്ചിട്ട് അതിന്റെ ബിരിയാണി റെസിപ്പി ഒരുപാട് കാലം മനസ്സിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ല ഇത് പുസ്തകങ്ങള് ഞാൻ ബഷീറിന്റെ എല്ലാ സംഭവങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എവിടെയോ ഇതേപോലൊരു ബിരിയാണിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതില് ബിരിയാണി നല്ല എഴുതിയിട്ട് ഞാൻ ആ പുസ്തകം കണ്ടിട്ട് തന്നെ വർഷങ്ങളായിപ്പോ, പക്ഷെ എന്റെ ഓർമ്മയിൽ തങ്ങിയിരിക്കുന്നത് ബിരിയാണി നീ അല്ല നീയാണ്. അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്നത് ഇയാൾ എന്താണ് ഇത് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഭക്ഷണത്തിനോട് താല്പര്യമുള്ളത് കൊണ്ട് എന്റെ മെമ്മറീസ് ഭക്ഷണമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ഒരാൾക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്നും ഈ പറയുന്ന റെസിപ്പി പെടൂല. പക്ഷെ എനിക്കതിലൊരു താല്പര്യമുള്ളത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ആലോചിക്കൂ, ഒരു വളരെ കാര്യമായിട്ട് BJP-യോട് താല്പര്യമുള്ളൊരു മനുഷ്യൻ, ഭയങ്കരമായിട്ട് താല്പര്യമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു വിയറ്റ്നാം ടൂറിന് പോവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലേ അവിടെയുള്ളത്. അത് 7 ദിവസം വിയറ്റ്നാമിലുണ്ട്. എവിടെയോ ഒരു BJP-യുടെ കൊടി കണ്ടു. ചിലപ്പോ അദ്ദേഹം ജീവിതം മുഴുവൻ ആലോചിക്കുക വിയറ്റ്നാമിനെ കുറിച്ച് ആ കൊടി കണ്ട സ്ഥലമായിരിക്കും. സീയിങ് തിങ്സ് ആൻഡ് ലുക്കിംഗ് അറ്റ് തിങ്സ്. അതായത് നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മൾ കേൾക്കുന്നതെല്ലാം, അനുഭവിക്കുന്നതെല്ലാം, വായിക്കുന്നതെല്ലാം ഓർമ്മയുണ്ടാവില്ല. നമ്മുടെ താല്പര്യങ്ങളും കൂടെ അതിനെ സ്വാധീനിക്കും. എന്റെ താല്പര്യം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്കതില് അങ്ങനെ അതിപ്പോ ഒരുപാട് പുസ്തകങ്ങളിൽ പല എവിടെയെങ്കിലും ഒക്കെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എം മുകുന്ദൻ ഡൽഹി വായിക്കുന്നു, എന്നിട്ട് ഡൽഹി പോണെന്ന് തോന്നിയോ? അതിനു മുമ്പ് ഞാൻ ഡൽഹി പോയിട്ടുണ്ടല്ലോ. ഡൽഹി കഥകളല്ലേ പറയുന്നത്, ഞാൻ അതിനു മുമ്പ് ഡൽഹി പോയിട്ടുണ്ടല്ലോ. എം മുകുന്ദന്റെ പറയുന്ന ഒരു ഡൽഹി ഉണ്ടല്ലോ, ആ ഡൽഹി എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും താല്പര്യപ്പെടുക. ഇപ്പൊ എനിക്ക് ഡൽഹിയിൽ വളരെ ഹൈ പ്രൊഫൈൽ സുഹൃത്തുക്കൾ ഉണ്ട്. ഞാൻ അവരെ കാണാനല്ല താല്പര്യപ്പെടുക. ഞാൻ ആ ജുമാ മസ്ജിദിന്റെ ചുറ്റും കറങ്ങാനും ഏറ്റവും റോ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനും. ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ നിർബന്ധമല്ല, പക്ഷെ പറ്റുന്നത് അതേ കഴിക്കുള്ളൂ. അത് തന്നെ ഈ പ്രാന്താവാല ഗലിയിലൊക്കെ പോയിട്ട്, അതായത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും, അവിടെ ഇപ്പൊ പിൻബലൂച്ചിയിൽ പോയാലും, അല്ലെങ്കിൽ നമ്മുടെ കൊണാട്ട് പ്ലേസിലെ ഏതെങ്കിലും ഒരു ഇപ്പൊ ഹൽദിറാമിലോ എവിടെയെങ്കിലും പോയാലും ഡൽഹി ഫ്ലേവറുള്ള ഫുഡൊക്കെ കിട്ടും. അതല്ല വിഷയം. പക്ഷെ ആ കരീംസിൽ പോയിട്ട്, ആ ജുമാ മസ്ജിദിന്റെ പുറകിലെ കരീംസിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു തിരക്കും ആ ഒരു പൊടിയും ആ ഒരു, അരവിന്ദ് കെജ്രിവാൾ വന്നതിന് ശേഷം ഡൽഹി കുറച്ച് ബെറ്റർ ആയി, അത് സംഭവിച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഷീല ദീക്ഷിതിന്റെ കാലത്ത് ഡൽഹിയിൽ പോയിട്ട് അത് അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മോത്തി മഹലിൽ പോയിട്ട്, മോത്തി മഹൽ എന്ന് പറയുന്ന ഒരു അപ്മാക്കർ റെസ്റ്റോറന്റ് ആണ്. പക്ഷെ മോത്തി മഹലിന് ഒരു പഴമയുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ. അത് അനുഭവിക്കണം എന്ന് എനിക്ക് നിർബന്ധം. ഇപ്പൊ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഐഫൽ ടവറിന്റെ മുമ്പിൽ നിന്ന് എത്ര തവണ ന്യൂയോർക്കിൽ പോയി, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുമ്പിൽ നിന്ന് എന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൗണ്ട് സീറോയില് പോയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് പിന്നെ ഭക്ഷണം വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാൻ ശ്രമിക്കും. അതുപോലെ തന്നെ സാധാരണ മനുഷ്യന്മാരുമായിട്ട്
റോട്ടിലിരിക്കുന്ന ആൾക്കാര്. പണ്ട് ആന്റണി ബോഡൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും സാധാരണ മനുഷ്യന്മാരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കണം. അവിടെ നിന്നാണ് നമുക്ക് ഇപ്പൊ കൊച്ചിയിൽ ഒരാൾ വരികയാണ്, ഒരു രാജസ്ഥാനി എന്നുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഗുജറാത്തി എന്നുള്ള മനുഷ്യൻ കൊച്ചിയിൽ വരിക. അയാൾക്ക് കൊച്ചിയിൽ ഇപ്പൊ ക്രൗൺ പ്ലാസ മുതൽ ഉടുപ്പി ഹോട്ടലിൽ വരെ താമസിക്കാം അല്ലെ. പക്ഷെ അയാൾ ക്രൗൺ പ്ലാസയിൽ താമസിച്ചാലും അല്ലെങ്കിൽ ഗ്രാൻഡ് ഹോട്ടലിൽ താമസിച്ചാലും അവന്യൂ റീജിയനിൽ താമസിച്ചാലും പിന്നെ അല്ലെങ്കിൽ ചെറിയൊരു ഓയോ റൂമിൽ താമസിച്ചാലും പിന്നെ എവിടെ താമസിച്ചാലും അയാൾ അവിടെ താമസിക്കുകയും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും പിന്നെ മറ്റേ ഈ ഗൂഗിൾ മാപ്പോ ട്രിപ്പ് അഡ്വൈസറോ നോക്കിയിട്ട് ചുറ്റുമുള്ള ഇതിനകത്ത് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണവും കഴിച്ച് തിരിച്ച് രാജസ്ഥാനിൽ പോയി അയാൾ എന്താ പറയാ, കൊച്ചി ജയ്പൂരിന്റെ വേറൊരു അവിടെ മെട്രോ ഉണ്ട്, അങ്ങനെ കുറെ കോൺക്രീറ്റ് ആണ്, പിന്നെ ഭാഷ നമുക്ക് മനസ്സിലാവൂല, പിന്നെ തേങ്ങാപ്പാൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സാധാരണ കൊച്ചിക്കാരൻ പോകുന്ന കടയിൽ പോയാല് ഈ തേങ്ങാപ്പാലേ നമ്മൾ കാണൂല. ഇപ്പോ നമ്മുടെ ഇന്റർനാഷണൽ ഹോട്ടലുണ്ട്, അതിന് തൊട്ടിപ്പുറത്ത് ഒരു വെയിറ്റ് ഏറിയ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ പുട്ടും പുഴുങ്ങിയ പഴമൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത്. ഈ രാജസ്ഥാനി 7 ദിവസം ഇവിടെ താമസിച്ചിട്ട് ഇനി എവിടെ താമസിച്ചാലും അയാൾ ഈ പുഴുങ്ങിയ പഴം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. അത് കാണണമെങ്കിൽ ഇപ്പം രാവിലെ ആ മാതാ ഹോട്ടലിൽ പോയിട്ട് ആ തിരക്കിന്റെ ഇടയിൽ നിന്ന് ആ ഒരു പ്ലേറ്റിൽ ഈ ഭക്ഷണമൊക്കെ വാങ്ങി ആ റോഡിന്റെ സൈഡിൽ നിന്ന് ആ ഒരു അതല്ലേ യഥാർത്ഥ കൊച്ചി. അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി പോയിട്ട് നമ്മുടെ ആ കൂൾബാറിൽ പോയിട്ട് അവക്കാഡോ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കൂൾബാറിൽ പോയിട്ട് ഞാൻ പണ്ട് പോലെ ആലോചിച്ചു, ഈ പഴം ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പഴം കിട്ടുന്നത്? അവക്കാഡോ അത്ര എളുപ്പമല്ല ഇന്ത്യയിൽ കിട്ടില്ല. ഇവിടെ അവക്കാഡോ ഇമ്പോർട്ട് തന്നെ ഇന്ത്യയിൽ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം വരെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെയല്ലേ കൊച്ചി. അല്ലെങ്കിൽ ആ ജങ്കാറി കയറി, ഇപ്പൊ ഫോർട്ട് കൊച്ചിയിൽ ജങ്കാറി കയറി നടന്ന് കുറച്ച് മുന്നോട്ട് പോയി നമ്മുടെ പൈയുടെ കഫേയിൽ പോയി ആ 7 രൂപയുടെ പഴംപൊരിയും കഴിച്ച് ആ ഒരു ചായയും കുടിച്ച് അത് ഫീൽ ചെയ്യാത്തടത്തോളം ഒരാള് കൊച്ചിയിൽ വന്നു എന്ന് അയാൾക്ക് അവകാശപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെക്നിക്കലി പറ്റും. അതിപ്പോ ടെക്നിക്കലി ഇപ്പോ ഒരു വിമാനത്തിൽ കയറി കൊച്ചി വന്നു, എയർപോർട്ടിൽ തന്നെ താജ് ഉണ്ട്, അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുന്നിൽ ഫ്ലോറ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വില കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള കുറെ ഹോട്ടലുകൾ 2 ദിവസം അവിടെ താമസിച്ചു തിരിച്ചുപോയി. അത് ടെക്നിക്കലി കൊച്ചിയിൽ വന്നില്ലേ. പക്ഷെ അയാൾ കൊച്ചി കണ്ടോ? എന്തെങ്കിലും അറിയാം കൊച്ചിനെ പറ്റിയിട്ട്? അത് കൊച്ചി കോർപ്പറേഷൻ പോലും അല്ല അല്ലേ. ഇങ്ങനെയാണ് പലരും ടൂർ പോകുന്നത്. റോമിൽ പോകുന്നു, കൊളോസിയം കാണുന്നു, ഫ്രാൻസിൽ പോകുന്നു, പാരീസിൽ പോകുന്നു, മറ്റേ ഇവിടെ ഈ ഐഫൽ ടവർ കാണുന്നു, എന്നിട്ട് നേരെ ആംസ്റ്റർഡാമിൽ പോകുന്നു. ആ കനാലിന്റെ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് റെഡ് സ്ട്രീറ്റ് ഇങ്ങനെ മറ്റേ ലൈറ്റ് ഡിസ്ട്രിക്ട് ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയിട്ട് നേരെ ലണ്ടനിൽ പോയിട്ട് ബിഗ് ബെന്നിന്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഞാൻ യൂറോപ്പ് കണ്ടു. എന്ത് കണ്ടു എന്നായി പറയാം? എനിക്കറിയാൻ പാടില്ല. ഭക്ഷണം എന്ന് പറയുമ്പോഴേ ചില ഒരുപാട് ഭക്ഷണങ്ങളുടെയൊക്കെ ചരിത്രവും അല്ലെങ്കിൽ അതിന്റെ പിന്നിലത്തെ ഒരു ഐതിഹ്യമൊക്കെ കുറെ അറിയാനും റിസർച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചോദിക്കട്ടെ പെട്ടെന്ന്. സമൂസ അറബി നാട്ടിൽ നിന്ന് വന്ന സാധനമെന്ന് മാത്രമേ എനിക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. അതുപോലെ അതിന്റെ ഒരു പേസ്ട്രി ടച്ച് ഉണ്ട്. അതായത് നമ്മുടെ അതിന്റെ ഷീറ്റ് എന്ന് പറയുന്നത് അത് അറബി നാട്ടിലേക്ക് എങ്ങനെ. ഞാൻ ആക്ച്വലി മിനിയാന്നും കൂടെ എന്റെ ഷെഫുമായിട്ട് ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചു. ഇതിന്റെയൊക്കെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ കുറെ കഥകളുണ്ട്. നമുക്ക് കുറെ കഥകള് ഇത് ശരിയാണല്ലോ ഇത് ശരിയാണല്ലോ തോന്നുന്നു. ഇതെല്ലാം കോൺട്രഡിക്ടറി ആണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് സമൂസയ്ക്ക്. രസഗുളയുടെ 2 കഥകൾ പറയും. ബംഗാളി വേർഷൻ പറയണം, സൗത്ത് ഇന്ത്യൻ വേർഷൻ പറയണം. സൗത്ത് ഇന്ത്യൻ വേർഷൻ ഇല്ല. റോഷ്കുളക്ക് 2 വേർഷനേ ഉള്ളൂ. റോഷ്കുളക്ക് ഒഡീഷ വേർഷനും ബംഗാളി വേർഷനും മാത്രമേ ഉള്ളൂ. ബംഗാളിന്റെയും ഒഡീഷയുടെയും ബോർഡറില് അത് കട്ടക്ക് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയാല് കുറെ കടകളുണ്ട്. ഒഡീഷക്കാര് പറയും ഞങ്ങളാണ് കണ്ടുപിടിച്ചത്, ഇത് ഞങ്ങളുടെയാണ്. ബംഗാളി ഒന്ന് പോണവേ ഞങ്ങളാണ്. വൻ പ്രശ്നമാണ് അവിടെ. വൻ പ്രശ്നം. ഇവര് 2 കൂട്ടരും ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ വാളയാറ് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറെ കടകൾ കാണുമല്ലോ ഈ ലോട്ടറി വെക്കുന്നതൊക്കെ. അപ്പൊ വാളയാറ് ലോട്ടറി എന്തുകൊണ്ടാ വെക്കുന്നത്? തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒന്നും ലോട്ടറി കിട്ടൂല. അപ്പൊ വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. ഈ റോഷ്ഗുള വൻ ഫൈറ്റ് ആണ് അവിടെ. ഒഡീഷക്കാരന്റെ റോഷ്ഗുള മേടിക്കുന്നതില് അവൻ ആ ഒഡിയ ജയ് മറ്റേ സാധനം ഉണ്ടല്ലോ. അതുപോലെ ബംഗാളിയുടെ കണ്ണിലെ തീ കാണണം. അവൻ ഒരുത്തൻ ഒഡീഷക്കാരന്റെ റോഷ്ഗുള മേടിച്ചേക്കണ്. ഞങ്ങളവിടെ ഒറിജിനല് അവിടെ ദം ബിരിയാണി.
ബിരിയാണി പേർഷ്യനാണ്. വേർഷനാണ്. അതെ, ബിരിയാണിക്ക് വലിയ രീതിയിൽ പ്രാമുഖ്യം വന്നത് ഇത് കഥയാണ്. ഇതൊന്നും ഞാൻ ഈ പറയുന്ന ഈ മറ്റേ ബംഗാൾ ഒഡീഷ നമുക്ക് പോയാൽ കാണാൻ പറ്റുന്ന കാര്യമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പണ്ട് നടന്ന കാര്യം, ഇത് മുംതാസ് ബേഗം, ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞുള്ള കഥകളാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ ചരിത്രം എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെടുകയാണ്. അല്ല, ഈ ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, പഴഞ്ചൊല്ലി ശരിയാണ്. അബ്സല്യൂട്ട്ലി റോങ്. ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. പക്ഷെ ആ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ആരാ തീരുമാനിക്കുന്നത്? ഇത് മമ്മൂട്ടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്ത് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം കഴിക്കുന്നത് പുഴയിൽ നിന്നും കായലിൽ നിന്നൊക്കെ കിട്ടിയ ചെറിയ മീനുകളുടെ കറികളും ഗോതമ്പ് പുട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അദ്ദേഹം കഴിക്കുന്നത്. നല്ല സാധനമാണ് കഴിക്കുന്നത്. ആ നല്ല സാധനം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഈ പറയുന്ന പാം കേർണൽസ്, അതായത് വെജിറ്റബിൾ ഫാറ്റ് ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ് ബിരിയാണിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ മേജർ ബ്രാൻഡുകൾ അടക്കം. എന്തിനാണ് ഈ സാധനങ്ങൾ ആദ്യം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്? ഭക്ഷണം ഉണ്ടാക്കാനാ? പെയിന്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടായിരുന്നു. പെയിന്റ് ഇൻഡസ്ട്രിക്ക് വേറെ പെട്രോളിയത്തിൽ നിന്ന് പിന്നെ റിഫൈൻ ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് കിട്ടിയപ്പോൾ അവർക്ക് ഇത് വേണ്ടാതായി. അങ്ങനെയാണ് ഇത് ഭക്ഷണത്തിൽ കൂട്ടി ചേർക്കാൻ തുടങ്ങിയത്. നമ്മൾ സുഖമായിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഹൈ എന്താ സുഖം, ചെറിയ പൈസ ആയാലും കേട്ടോ, ഇന്ന് ലാഭിക്കുന്നതൊക്കെ കൂട്ടി വെക്കാം, നാളെ കൊണ്ട് കൊടുക്കണമല്ലോ ഹോസ്പിറ്റലില്. ഇതിനെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാല് ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാല്, ഈ ഒരുപാട് ആർഗ്യുമെന്റ് വരും. പാവങ്ങൾക്കും ജീവിക്കണ്ടേ ചേട്ടാ? ഞാനും അത് തന്നെ പറയുന്നുള്ളൂ, പാവങ്ങൾക്കും ജീവിക്കണ്ടേ. പക്ഷെ ഇന്ന് ബിരിയാണി കഴിച്ച് ഇന്ന് രാത്രി വരെ ജീവിച്ചാൽ മതിയോ? ദീർഘകാലം ജീവിക്കണ്ടേ? ഇത് സർക്കാരിന്റെ മെഷീനറിയുടെ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ സർക്കാരിന്റെ മെഷീനറിയുടെ മുകളിൽ ലോ ക്വാളിറ്റി ഫുഡ് എത്ര വലിയ ആഘാതം ഉണ്ടാക്കുന്നതെന്ന് അറിയാം. എന്ത് അസുഖം വന്നാലും സർക്കാരല്ലേ നോക്കേണ്ടത്. അതായത് കാശുള്ളവൻ ശരിയായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവായിരിക്കും. പക്ഷെ കേരളം പോലൊരു സ്ഥലത്ത് സർക്കാരിന്റെ മെഡിസിൻ സിസ്റ്റം, അതായത് ഹെൽത്ത് കെയർ സിസ്റ്റം എത്ര നല്ലതാ. അതിന്റെ മുകളിലല്ലേ ഈ പ്രഷർ മുഴുവൻ വരുന്നത്. എങ്ങനെ ഈ പ്രഷർ വരുന്നത്? ഇന്ന് ഈ പറയുന്ന 20, 30, 40, 50 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഇത് വരുന്നത്. ഗവൺമെന്റിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം ചോദിച്ചോട്ടെ. കേരള ഗവൺമെന്റ് അതിന്റെ മൂന്നാം തവണയിലേക്ക് അല്ലെങ്കിൽ മൂന്നാം വട്ടം അത് ആവർത്തിക്കും എന്നൊക്കെ പറയുന്നു. പൊതുവിൽ അങ്ങനെ ജനത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്താ ആവർത്തിക്കുന്നു? അതായത് ഈ ഇടതുപക്ഷ സർക്കാർ വീണ്ടും ആവർത്തിക്കുന്നു, മൂന്നാം തവണയും. അതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? പ്രത്യാശ ഉണ്ടോ? എനിക്ക് ഇടയ്ക്ക് ചില വ്ളോഗുകളൊക്കെ കാണുമ്പോൾ എന്റെ തോന്നലായിരിക്കും കേട്ടോ, ഒരു ഇടതുപക്ഷ അനുഭാവിയും സഹയാർത്ഥികനൊക്കെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇതിലുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. മനുഷ്യന്മാര് തുല്യരാവണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അത് ഈ ലോകത്ത് നടക്കുമെന്ന് ചോദിച്ചാൽ അതൊരു യുട്ടോപ്യൻ ആശയമാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ ഒരു തുല്യത പെരുമാറ്റത്തില് എങ്കിലും വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അരവിന്ദ് അടികയുടെ സിനിമയുണ്ട്. അതിനകത്ത് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാവും. നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താ അവസ്ഥ. കേരളത്തിൽ അങ്ങനെ ഇല്ലാത്തതിന്റെ കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നോണ്ടാണ്. ഇന്ന് കേരളത്തിൽ കിട്ടുന്ന കൂലി വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് പേര് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പൊ വേണേ നമുക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബംഗാളികൾ കേരളത്തിൽ വരുന്നു? അവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? ശരിയാണ്. പക്ഷെ ആ കമ്മ്യൂണിസത്തിന് കേരളത്തിൽ ചെയ്ത പോലുള്ള സോഷ്യൽ റിഫോർമേഷൻ നടത്താൻ പറ്റിയില്ല. ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത് ഭരിക്കാനല്ല, സോഷ്യൽ റിഫോർമേഷൻ നടത്താനാണ്. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പിന്തുടരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാർ സ്കൂളുകളെ ഹൈടെക് ആക്കൽ, മോഡേൺ ആക്കൽ. നിങ്ങൾ പോയി നോക്കൂ, പ്രൈവറ്റ് സ്കൂളുകളെക്കാളും ബെറ്റർ ആയിട്ടുള്ള എത്ര സർക്കാർ സ്കൂളുകൾ. വല്ലാത്ത അച്ചീവ്മെന്റ് അത്. വേറെ എവിടെയുള്ള? ഇവിടെ സർക്കാർ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾക്ക് യാതൊരു മടിയില്ല. എന്തുകൊണ്ടില്ല? വേറൊരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് അയക്കാത്ത? പ്രശ്നമായി പോകും. അതുപോലെ
അതുപോലെ ഉള്ള ഒരു ഏരിയയാണ് ഹെൽത്ത് കെയർ. ഈ കേരള മോഡൽ ഓഫ് ഹെൽത്ത് കെയർ ശരിക്കും ഒരു ടോപ്പ് നോച്ച് ഹെൽത്ത് കെയർ തന്നെയാണോ? തീർച്ചയായിട്ടും. പക്ഷെ അതേ സമയത്ത് ഈ ചില രണ്ട് തരം ആളുകളുണ്ട്. നിഷ്കളങ്കന്മാരുണ്ട്, മണ്ടന്മാര്. അവർക്ക് അറിയില്ല ഒന്നും. അവരിങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് നിഷ്കളങ്കതയെന്ന് തോന്നുന്നു, പക്ഷെ ബേസിക്കലി മണ്ടത്തരമാണ്. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ കെ കരുണാകരൻ എന്തിന് അമേരിക്കയിൽ പോയി, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തിന് പിണറായി വിജയൻ അമേരിക്കയിൽ പോയി, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സോണിയാഗാന്ധി അമേരിക്കയിൽ പോകുന്നത്. പ്രത്യേക കാര്യങ്ങൾക്ക് പ്രത്യേക സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഇവരാരും പനി വന്നിട്ടോ പല്ലുവേദന വന്നിട്ടോ അമേരിക്കയിൽ പോയവരല്ല. അല്ല 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 പെർട്ടിക്കുലർ. ഇപ്പൊ മമതാ മോഹൻദാസ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അവര് ചെയ്ത ചികിത്സ എന്താണെന്നോ ഏതാണെന്നോ ഇവർക്ക് അറിയോ? ഇവർക്ക് അവരുടെ അസുഖം എന്താണെന്നോ ഇവർ അറിയില്ല. അത് അവരുടെ ജസ്റ്റ് കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് അവിടെ പോയാലുള്ള ഗുണം. ഇവര് പെർട്ടിക്കുലർ കാര്യത്തിന് പെർട്ടിക്കുലർ സ്ഥലത്താണ് പോകുന്നത്. അവരെല്ലാ ആഴ്ചയും ചെക്കപ്പിന് അമേരിക്കയിൽ പോകുന്നുണ്ടോ? ഇല്ല. കെ കരുണാകരൻ പോയിട്ടുണ്ടോ പണ്ട്? ഇല്ല. അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി, അദ്ദേഹം അമേരിക്കയിൽ പോയി ട്രീറ്റ് ചെയ്തു, അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹം ഇവിടെ തന്നെയാണ് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തത്. എല്ലാ ആഴ്ചയും ചെക്കപ്പിന് അമേരിക്കയിൽ പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഡോക്ടറെ വരുത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലറാണ്. പക്ഷെ പിണറായി വിജയൻ എപ്പോഴും അവസാനം അമേരിക്കയിൽ പോയെ? അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സർക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ, അല്ലെങ്കിൽ എന്തിനാ ഉമ്മൻചാണ്ടിയെ കൊണ്ടുപോകാൻ കോൺഗ്രസ് പാർട്ടിയും വേണ്ട സർക്കാരും വേണ്ട, പുതുപ്പള്ളിയിൽ ഒരു 4 പേര് വിചാരിച്ച കൊണ്ടുപോകില്ലേ? അത്രയും നമുക്ക് ബഹുമാനമുള്ള മനുഷ്യനല്ലേ. എന്താ കൊണ്ടുപോകാഞ്ഞ്? കിട്ടാവുന്ന ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഇവിടെ കിട്ടുന്നേ. ഇപ്പൊ നമ്മുടെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു സംഭവം ഉണ്ടായില്ലേ, നമ്മുടെ MLA കാര്യത്തിൽ എറണാകുളത്ത്. അതെ, അവരെ ആരും അമേരിക്കയിലും ശ്രീലങ്കയിലും മറ്റേ ഭൂട്ടാനിലും ഒന്നും കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയോ? ഇല്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പൊ ഈ കാറിന്റെ ഒരു പാർട്ട് ഫെയിൽ ആയാല് അത് ചിലപ്പോ ജർമ്മനിയിൽ നിന്ന് വരേണ്ടി വരും. അതെന്താന്ന് വെച്ചാൽ അത് അവിടെയേ ഉള്ളൂ. ഇവിടെ അതിനുള്ള ഫാക്ടറി ഇല്ല. എന്ന് വെച്ചാൽ ഈ രാജ്യം മോശമായതുകൊണ്ട് ഇവിടെ ഫാക്ടറി ഉണ്ടാക്കാത്തതല്ല. അമേരിക്കക്കാരനടക്കം ഒരുപാട് പേര് ഉപയോഗിക്കാൻ പോകുന്ന അടുത്ത ജനറേഷൻ ഐഫോൺ ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ അർത്ഥം ഇന്ത്യ അമേരിക്കയുടെ മേലെ എന്തിനാ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത്? നേരത്തെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറഞ്ഞു. ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നു. സമകാലിക സംഭവങ്ങൾ കാണുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഒരു സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള ഒരു മനുഷ്യനായിട്ട് തോന്നിയോണ്ട് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കുട്ടികളിലെ വയലൻസ് പ്രശ്നമാണോ? ഞാൻ 2-3 സംഭവങ്ങൾ കൂടി പറയാം. ഇതൊക്കെ പ്രണാലിന്റെ ശ്രദ്ധയിൽ പോയിട്ടുണ്ടോ എന്നും കൂടിയാണ്. ഇപ്പൊ ഒരു കുട്ടി മരണപ്പെടുന്നു, ഒരു കുട്ടി റാഗിങ് പേടിച്ച് കെട്ടിടത്തിന് മുകളിൽ നിർത്തി ചാടുന്നു, ഒരു കുട്ടി പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത് ആലോചിക്കുന്നുണ്ടോ? പ്രിൻസിപ്പളിനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ ഭീഷണിപ്പെടുത്തിയത്? അല്ല, അതല്ല. ആണോ? അല്ല, ഞാൻ പ്രിൻസിപ്പളിനെ കരാവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും കോളേജിൽ പഠിക്കുമ്പോ മഞ്ഞപ്പിത്തം വന്നു. അപ്പൊ ലേഡീസ് ഹോസ്റ്റലില് പിന്നെ സുന്ദരികളായ പെൺകുട്ടികൾ വന്നിട്ട് പറഞ്ഞു, എടാ സമരം ചെയ്യാൻ ലീവ് കിട്ടുമെന്ന്. ഞങ്ങള് നേരെ പോയി പ്രിൻസിപ്പളിനെ കരാവ് ചെയ്തു. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജ്. ഒഞ്ഞിപ്പോട് ഇതൊന്നും ഇന്ന് ആദ്യമായിട്ട് ഉണ്ടായതൊന്നുമല്ല. പക്ഷെ കുട്ടികൾ മർദ്ദിച്ച് ഒരു കുട്ടി മരിക്കുന്നത് അത് കുറച്ച് റയറായ സംഭവം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് KSU ആണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് താഴെയുള്ള കുട്ടികൾ ഇന്ത്യയിൽ ഇതുവരെ ആരും കൊന്നിട്ടില്ല. ബീഹാറിലൊരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നല്ലോ പണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിന് താഴെ. അത് പറയുന്നത് ഒരാളുടെ സൈക്കി അല്ലെങ്കിൽ അയാളുടെ മെന്റാലിറ്റി വരുന്ന പ്രശ്നമാണ്. ഇവിടെ കുറച്ച് കുട്ടികള് ഒരു ആളുടെ ഒരു വിയോജിപ്പ് കൊണ്ട് അടിച്ച് കൊല്ലുകയാണ്. ഇത് രണ്ടല്ലേ? അണ്ണൻ തമ്പി സിനിമ അതെങ്ങനെയാ തുടങ്ങുന്നത്? 3 കുട്ടികൾ തമ്മിലുള്ള സ്പർദ്ധയും അടിച്ച് പൊളിക്കട അവന്റെ തല എന്ന് പറഞ്ഞിട്ടല്ലേ? അത് രാജമാണിക്യം. അണ്ണൻ തമ്പിയിൽ ഇതേപോലെ ആരെയോ മറ്റേ എന്തോ. ഈ സംഭവങ്ങളൊക്കെ പണ്ടും ഉള്ളത് കൊണ്ടാണ് ആ സിനിമയിൽ അത് വന്നിട്ടുണ്ടാവുക. സിനിമ റൈറ്റേഴ്സ് എപ്പോഴും പറയും സിനിമ കണ്ട് സമൂഹം ഇങ്ങനെയാവുന്നതല്ല, സമൂഹത്തിൽ നിന്നാണ് ഞങ്ങൾ ക്ലൂസ് എടുക്കുന്നതെന്ന്. അവർക്ക് ആ ക്ലൂസ് എവിടുന്ന് കിട്ടി? ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ ഞാൻ കാണുന്നത് 3 എണ്ണമാണ്. ഒന്ന് കോവിഡ് കിഡ്സ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ പണ്ട് എന്റെ ചൈൽഡ്ഹുഡ് ഉണ്ടല്ലോ,
രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വലിയ വെക്കേഷൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്ടല്ലോ, ഞാൻ അറിയാത്ത മാവില്ല, ഞാൻ തട്ടാത്ത ഞാൻ മഹാമോശം ഫുട്ബോൾ കളിക്കാരനാണ്. പക്ഷെ ഞാൻ തട്ടാത്ത ബോൾ ഉണ്ടാവില്ല, ഞാൻ പോവാത്ത വായനശാലകൾ ഉണ്ടാവില്ല. എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. ഞാനൊരു സൈക്കിളും കൊണ്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് ഏതൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഏതൊക്കെ വീട്ടിലുണ്ടോ അവിടെയൊക്കെ പോയിട്ട് ആ കത്ത് വരുന്നത് കാത്തു നിന്ന് ആ സ്റ്റാമ്പ് ഊരി മേടിച്ചിട്ടേ ഞാൻ തരുള്ളൂ. സകല ഇത് തോന്നിയവാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും തോന്നിയവാസമാണ്. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സ്റ്റാമ്പിന്റെ മോള് അടിച്ചു മാറ്റുക, അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ് ഓഫീസിൽ ഇതിങ്ങനെ കെട്ടി വെക്കും കത്ത്. അപ്പൊ ഈ പോസ്റ്റ്മാൻ ഉണ്ട്, ഇപ്പം പോസ്റ്റ്മാൻ ഈ സൈക്കിളിന്റെ ബാക്കിൽ ഈ കത്ത് ഇങ്ങനെ തിരികെ വെക്കും. വലിയ കത്ത്, ഇന്നത്തെ പോലെ അല്ലല്ലോ, കത്ത് മാത്രല്ലേ അന്നുള്ളൂ. ആ കത്ത് തിരികെ വെച്ചിട്ട് ഇയാൾ അകത്ത് പോയിട്ട് അപ്പൊ മണി ഓർഡർ ബാക്കിയുള്ള അപ്പൊ ഇയാളുടെ റൂട്ടീൻ എനിക്കറിയാം, കാരണം ഞാൻ ട്രെയിൻഡ് കളറാണ് സ്റ്റാമ്പുകളല്ല. ദൈവം സഹായിച്ച് ഒരൊറ്റ അത് പേർഷ്യന്ന് വരുന്നത്, അറബി നാട്ടിൽ നിന്ന് വരുന്നത് നമുക്ക് വേണ്ട. അമേരിക്ക, ബ്രൂണൈ, യൂറോപ്പ് സകലത് അടിച്ചു. എന്റെ നാട്ടിലെ ഒരാൾക്ക് ഈ നാട്ടിൽ നിന്നുള്ള സ്റ്റാമ്പ് ഒടിച്ച് ഒരു കത്തും കിട്ടിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഞാൻ അറിയാത്ത മാവില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് എന്റെ പൊന്നടവേ കണ്ടമില്ല, കണ്ടം ഈ ഹൈറ്റിലെ വെള്ളം കയറി ഞങ്ങൾ ചാടി നിന്നു. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചോ, ഇതൊന്നും ചെയ്യാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ 2-3 കൊല്ലം വീട്ടിൽ അടക്കപ്പെട്ട് വളർത്തിയ കുട്ടികളുണ്ട്. ഇവര് ഡാർക്ക് ആവുന്നതിൽ എന്താ അത്ഭുതമുള്ളത്? ഇവർക്ക് അത് ആ ഡാർക്ക്നെസ് അവരുടെ മനസ്സിലുണ്ടാവും. അവരാരും ഡാർക്കായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരല്ല. ഇപ്പൊ കുറെ ആൾക്കാർ ഇരുന്ന് പറയുന്നുണ്ട് ന്യൂജൻ ശരിയല്ല എന്ന്. പിന്നെ ഇവൻ ജനിച്ചപ്പോ മറ്റേ ആയിരുന്നല്ല. മുഖം പിടിച്ച് ചുമരും വരക്കണം ഇവരുടെ. എന്തുകൊണ്ടെന്നറിയാം? ഈ ന്യൂജൻ ശരിയല്ലെങ്കിൽ അത് ശരിയാക്കണ ഉത്തരവാദിത്തം ആർക്കാ? ഓൾഡ് ജൻ. അപ്പൊ പിന്നെ ഇവൻ ഈ മറ്റേ വർത്താനം പറഞ്ഞ് നടന്നാൽ മതിയോ? മറ്റു 2 കാരണങ്ങൾ ഏതൊക്കെയാ? രണ്ടാമത്തെ കാരണം, സോറി ഞാൻ വയലന്റ് ആവുന്നുണ്ടല്ലേ. ഞാൻ ന്യൂജനിലല്ലോ, ഇത് പറയുമ്പോ ഞാൻ തന്നെ വയലന്റ് ആവുന്നുണ്ടല്ലോ. കുട്ടികളുടെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം, അത്ര എനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കാരണം, പൊന്നുമോനെ, എന്റെ ചെറുപ്പകാലം സകല കസിൻസ് ഒരു കല്യാണത്തിന് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആഘോഷ പരിപാടിയാണ്. അതിന് തലേന്ന് പോവുക, 2 വണ്ടി, അവിടെ പോയിട്ട് അവിടെ കിടന്നുറങ്ങുക. അരല്ലേ? ഇന്നൊരു കല്യാണത്തിന് എങ്ങനെയാ പോകുന്നത്? ഒരു കാറ്, ഒരച്ഛൻ, ഒരമ്മ, അല്ലെ ഒരു ബൈക്ക്, അല്ലെങ്കിൽ ഒരു ബസ്സിൽ പോകുന്നു. തലേന്ന് പോകുന്നു, വൈകിട്ട് 2 ചപ്പാത്തി, ഹലോ 2 ഫോട്ടോ എടുക്കുന്നു. നാട്ടിൻപുറത്താണെങ്കിൽ ഈ പറയുന്ന അച്ഛൻ ആ സൈഡിൽ പോയി ചിലപ്പോൾ കള്ളു കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ സംസാരിക്കണ്ടോ, അമ്മ അവിടെ ഇരുന്നിട്ട് സ്വർണ്ണം അത്രയാ മറ്റേ അത്രയാ. ഈ കുട്ടിയുടെ അവസ്ഥ എന്താണോ? ന്യൂക്ലിയർ ഫാമിലി എന്നൊന്നും അല്ല പറയേണ്ടത്, ഒരു ന്യൂക്ലിയസിനെ കട്ടിയിടി വരും. ഓസോൺ ഫാമിലി, അങ്ങനെ ആ ലെവലിലേക്കാണ് ഇത് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനോ അല്ലെങ്കിൽ ഒരു 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 സാമൂഹികമായിട്ട് ഒരു വായനശാല. ഞാൻ എന്തിനാണ് എടപ്പള്ളിയിൽ എന്റെ റെസ്റ്റോറന്റിന്റെ മുമ്പിൽ മൃണാൾസ് ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങി. ഹംഗ്രി മൃണാൾ റെസ്റ്റോറന്റ് അവിടെ വരാൻ പോവാണ്, കുറച്ച് ദിവസം കൊണ്ട് വരും. അതിന്റെ ഫ്രണ്ടിൽ ഞാൻ ക്യാരം ബോർഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, സകല ബോർഡ് ഗെയിമും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ചെറിയ പ്രായത്തിൽ എല്ലാ വായനശാലകളിലും ഉണ്ടായിരുന്നു. ഇന്ന് എവിടെയുള്ളേ? കുട്ടികൾ എവിടെ പോകും? അവിടെ എത്ര കുട്ടികൾ വൈകുന്നേരം വന്ന് കളിക്കുന്നുണ്ട്? നിങ്ങൾ ഈ മൃണാൾസ് ഡെയിലിയുടെയോ അല്ലെങ്കിൽ എടപ്പള്ളിയിലുള്ള എന്റെ റെസ്റ്റോറന്റിന്റെയോ റീലുകൾ നോക്കൂ, അതിലൊക്കെ കാണാം ക്യാരംസ് കളിക്കുന്ന പിള്ളേര്. ക്യാരംസും ഈ ജിങ്കിയും പാമ്പും കോഴിയും ചെസ്സും ഒക്കെ അവിടെ നിരത്തി വെച്ചിട്ട് 8-10 ബോർഡ് ഗെയിംസ് ഉണ്ട്. ഇനിയും ഞങ്ങൾ വാങ്ങിക്കാൻ പോവാ. നമ്മളെ ലീഡിന്റെ തൊമ്മം വന്നിരുന്നു കഴിഞ്ഞ ദിവസം. അവിടെ ഇല്ലാത്ത ഗെയിംസ് കണ്ടുപിടിക്കാൻ പാടാ. 4 കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിക്കാൻ പോവാ. അവിടെ ഇരുന്ന് ചായയും കുടിച്ച് തമാശയും പറയുന്നത് ചെയ്യുന്ന കുട്ടികൾ. അവൻ ചിന്തിക്കുന്ന MDMA കുറിച്ചിട്ടല്ല, അവൻ ചിന്തിക്കുന്ന ബ്രദർഹുഡിനെ കുറിച്ചിട്ടാണ്. പണ്ട് ആ ബ്രദർഹുഡ് ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ആരാ ഇല്ലാണ്ടാക്കിയേ? ഈ മറ്റേ വർത്താനം പറഞ്ഞ ഓൾഡ് ജനറൽ ഇല്ലാണ്ടാക്കിയേ. എന്നിട്ട് ഇവനാണ് ഈ മറ്റേ ന്യൂജൻ ശരിയല്ല എന്ന് പറയുന്നത്. കുഴപ്പം മുഴുവൻ സകല മരവും വെട്ടിമുറിച്ചു. കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. ഇവൻ സൈക്കിളിൽ പോകുന്ന സമ്മതിക്കൂല. ഇവൻ പുറത്തു പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലാണ്ടാക്കി. ഇവനൊരു വായനശാലയില്ല. ഇതാരാ ഇല്ലാണ്ടാക്കി? ഈ ന്യൂജനാണ് ഇല്ലാണ്ടാക്കി. സോറി, ഞാൻ പിന്നെയും മൂന്നാമത്തെ കാരണം
മൂന്നാമത്തെ കാരണം സിന്തറ്റിക് ഡ്രഗുകളാണ്. സിന്തറ്റിക് ഡ്രഗുകൾ വളരെ ഈസിലി അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകളാണ്. വെയിലത്ത് നിൽക്കാണ്, മോളിൽ പോയി ബാക്കി പറയാം. അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് മൃണാളിന്റെ റെസ്റ്റോറന്റിലാണ്. നമ്മളവിടെ ഇത് പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. നമ്മൾ മുകളിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആ മൂന്നാമത്തെ കാരണം കൂടി നമ്മൾ പറയുന്നതായിരിക്കും. വയലന്റ് ആവാതെ ഞാൻ പറഞ്ഞില്ലാന്ന് വരും. അതെന്താ? നീ എന്ത് ചെയ്യും? അല്ല നീ എന്ത് ചെയ്യും? ഞാൻ പറയിപ്പിക്കും. ഏത് എന്നോട്? ഞാൻ അപേക്ഷിക്കും. ഞാൻ സമ്മതിക്കൂല. അപേക്ഷിക്കും. അതെന്റെ തിയറിയാണ്, കാലുപിടിക്കാതെ.